ഹായ് അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഉപ്പുപൊടി അതേപോലെ തന്നെ ഹാർപ്പിക്ക് ബേക്കിംഗ് പൗഡർ അത്രയും മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു കുപ്പിയുടെ ഒരു വശം മുറിച്ചത് ഞാൻ എടുത്തിരിക്കുന്നത്, ചുവട് വശം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു സ്വല്പം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ ഇത് മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു കുപ്പിയിലാക്കി എടുക്കാം. എന്നിട്ട് കുപ്പിയുടെ അടപ്പിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക. നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ക്ലീൻ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തന്നെ ബർണർ, നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ ഉണ്ടല്ലോ, അതൊക്കെ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ. അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാം. അടിപൊളിയായിട്ട് നല്ലോണം വെട്ടിത്തിളങ്ങും. സിങ്കിനകത്ത് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ബക്കറ്റുകൾ, ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന ബക്കറ്റാണേലും അടുക്കളയിലെ ബക്കറ്റാണേലും കപ്പും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇട്ട് വെച്ച ബർണർ ഉണ്ടോ, നമ്മുടെ ബർണർ കണ്ട അതിന് അഴുക്കെല്ലാം അതിനകത്തുള്ള വേസ്റ്റ്, ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഇളകി പോയിട്ട് ഉണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തട്ടപ്പം തന്നെ എല്ലാം അങ്ങ് പോയി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം തന്നെ നമുക്ക് നമ്മുടെ ക്ലോസറ്റിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്താൽ മതി. അതിനകത്തുള്ള കറയും അഴുക്കും എല്ലാം പോവും. അതേപോലെ ടൈലിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ഇട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കാണണേ.